RSSനെതിരെ കത്തെഴുതി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട CPIഎമ്മും ഡിവൈഎഫ്ഐയും പോലീസിൽ പരാതി നൽകി. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഏറെ ഗൗരവതരമായ വിഷയമാണ്. RSS നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ കത്തെഴുതി വച്ചിട്ടാണ് കോട്ടയത്തെ അനന്തു അജി എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്തത്. ലൈംഗിക അതിക്രമമടക്കം RSSകാരിൽ നിന്ന് നേരിടേണ്ടി വന്നു എന്ന ഏറ്റവും ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു ആത്മഹത്യാ കുറിപ്പിൽ. ഇപ്പോൾ CPIഎം ഈ വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണോ? RSS നേതൃത്വത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണോ അവർ? തീർച്ചയായിട്ടും മനു, അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഗൗരവമായ വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അനന്തു ലൈംഗിക അതിക്രമത്തിന് വിധേയമായി എന്ന് മാത്രമല്ല, ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു. ഒപ്പം തന്നെ നിരവധി ചെറുപ്പക്കാർ ഇത്തരത്തിൽ സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നും, എന്നാൽ അവർ ഭയം കൊണ്ട് പുറത്തു പറയുന്നില്ല എന്നുമാണ് അനന്തു തന്റെ ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല, ഇനിയും തന്റേതായ ഒരു വീഡിയോ സന്ദേശം കൂടി തെളിവായി പുറത്തു വരുമെന്നും അനന്തു പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അത് പുറത്തുവിടുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തണം, അനന്തുവിന്റെ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തി നിരീക്ഷിക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെയും CPIഎമ്മിന്റെയും ആവശ്യം. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് CPIഎം എലിക്കുളം ലോക്കൽ കമ്മിറ്റി, കോട്ടയം ജില്ലയിലെ എലിക്കുളം പഞ്ചായത്തിലുള്ള എലിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് അനന്തുവിന്റെ താമസസ്ഥലം. അതുകൊണ്ട് എലിക്കുളം ലോക്കൽ കമ്മിറ്റി പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ വാഴൂർ ബ്ലോക്ക് കമ്മിറ്റി അവർ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസാണ് പരാതി നൽകിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ പരാതി നൽകിയിട്ടുള്ളത്. മനു, ഒരു കാര്യം കൂടി സനോജ്, ഈ അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ കുറെ ഷോർട്ട് ഫോമുകൾ ഉണ്ടായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതൊക്കെയോ പേരുകളുടെ ചുരുക്കമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡിവൈഎഫ്ഐയും CPIഎമ്മും ഒക്കെ ആരോപിക്കുന്നത് അതൊക്കെ RSSുമായി അടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളുടെ ചുരുക്കമാണ് എന്നാണോ? തീർച്ചയായിട്ടും NM എന്ന് പറയപ്പെടുന്ന ഒരു പേരിന്റെ ചുരുക്കം പറയുന്നുണ്ട്. അദ്ദേഹം RSSന്റെ സജീവ പ്രവർത്തകനാണ് എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമാണ് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായത് എന്നും അനന്തു ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ NM ആരാണ് എന്ന് കണ്ടെത്തണമെന്നുള്ളതും പരാതിക്കകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ അനന്തുവിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ട ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനൊപ്പം ഇനിയും മറ്റൊരു കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മനു.